ഒരു ന്യൂക്ലിയർ സബ്മറൈൻ കടലിന്റെ ആഴത്തിൽ ഓപ്പറേഷൻ നടത്തുന്നതിനിടെയാണ് ഒരു കൂട്ടം തിമിംഗലങ്ങൾ അതിനെ വളഞ്ഞത്. അവ സബ്മറൈനിൽ തുടർച്ചയായി ഇടിച്ചുകൊണ്ടിരുന്നു. ക്യാപ്റ്റൻ ഉടൻ സബ്മറൈൻ 100 മീറ്റർ കൂടി താഴേക്ക് ഇറക്കാൻ ഉത്തരവിട്ടു. പക്ഷെ തിമിംഗലങ്ങൾ പിന്തുടരുന്നത് നിർത്തിയില്ല. ഒടുവിൽ സോണാറിലൂടെ ശക്തമായ ശബ്ദതരംഗം അയച്ചപ്പോൾ തിമിംഗലങ്ങൾ പെട്ടെന്ന് അവിടെ നിന്ന് ഓടിപ്പോയി. അപ്പോഴാണ് സോണാറിൽ അതിലും ഭയാനകമായൊരു കാഴ്ച തെളിഞ്ഞത്. സബ്മറൈനേക്കാൾ പോലും വലുതായ എന്തോ ഒന്ന് അതിവേഗം അവരുടെ നേരെ വരുന്നു. അപ്പോഴാണ് ക്യാപ്റ്റന് സത്യം മനസ്സിലായത്. തിമിംഗലങ്ങൾ ആക്രമിക്കുകയായിരുന്നില്ല, ഈ ഭീകരജീവിയിൽ നിന്ന് രക്ഷപ്പെടാൻ മുന്നറിയിപ്പ് നൽകുകയായിരുന്നു. ആ ജീവി ഒരു വലിയ മത്സ്യത്തെ ഒറ്റയടിക്ക് വിഴുങ്ങുന്നത് കണ്ടതോടെ എല്ലാവരും ഞെട്ടി. ക്യാപ്റ്റൻ ഉടൻ ഐസ് ഷെൽട്ടറിന്റെ അടിയിലേക്ക് രക്ഷപ്പെടാൻ ഉത്തരവിട്ടു. മുന്നിൽ കണ്ട ഇടുങ്ങിയ ഐസ് ടണലിലേക്ക് സബ്മറൈൻ അതിവേഗം കയറി. പക്ഷേ ആ ഭീകരജീവിയും പിന്നാലെ എത്തി. അതിനിടയിൽ മുന്നിൽ ഒരു കൂറ്റൻ ഐസ് മതിൽ. ഇടിച്ചാൽ എല്ലാവരും തീരും. ക്യാപ്റ്റൻ റിവേഴ്സ് ത്രസ്റ്റ് ഓണാക്കാൻ ഉത്തരവിട്ടു. പക്ഷേ സബ്മറൈൻ ഉടൻ നിർത്താൻ കഴിയാത്തത്ര വേഗത്തിലായിരുന്നു. എല്ലാം അവസാനിക്കാൻ ഇനി ഏതാനും സെക്കൻഡുകൾ മാത്രം.